ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ നമ്മൾ ഒരു സ്പെഷ്യൽ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാബിരി റൈസ്. ഇപ്പോൾ മന്തി കബ്സയൊക്കെ പോലെയുള്ള ഒരു സ്പെഷ്യൽ അറബിക് റൈസാണ് കാബിരി റൈസ്. വളരെ ടേസ്റ്റിയാണ്. ഇപ്പോൾ ബിരിയാണിയൊക്കെ പോലെ തന്നെയാണെങ്കിലും ചില ഇൻഗ്രീഡിയൻസിലൊക്കെ മാറ്റമുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, നമുക്ക് തുടങ്ങാം. അതിനായിട്ട് ഞാൻ 1 കിലോ ബീഫ് ഒരു മീഡിയം കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനിയിപ്പോൾ ഈ ബീഫ് നമുക്കൊരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ അതിനായിട്ട് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് 1 സ്പൂൺ ഗരം മസാലപ്പൊടി ഇടുക. അതുപോലെ ഈ കബ്സയുടെയോ മന്തിയുടെയോ ഏതെങ്കിലും ഒരു മസാല അത് ഇട്ട് കൊടുക്കുക 1 സ്പൂൺ. ഇതിപ്പോൾ കുരുമുളക് പൊടി 1 സ്പൂൺ ഇടുക. മഞ്ഞൾപ്പൊടി ഇടുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ വേണ്ടത് മാഗി ക്യൂബ്സ് ആണ്. ഈ മാഗി ക്യൂബ് ചിക്കൻ്റെയോ അല്ലെങ്കിൽ ബീഫിൻ്റെയോ ഏതാണെങ്കിലും മതി. അതൊന്ന് എടുത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ ഞെക്കിയിട്ട് ഇട്ട് കൊടുത്തേക്കുക. നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. പൊടിക്കാത്ത കുരുമുളകും കൂടി 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ അതങ്ങനെ വേവട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത പണി തുടങ്ങാം. ഇപ്പോൾ ഇത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്കിനി കുറച്ച് സവാളയും കുറച്ച് ഐറ്റംസ് വറുത്ത് കോരാനുണ്ട്. അപ്പോൾ ഒരു 3 സവാള ഞാൻ വറുത്ത് കോരി എടുക്കുകയാണ്. നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കുക. ഇപ്പം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ചോറിനും ആവശ്യമുണ്ട് ഗാർണിഷ് ചെയ്യാൻ, അതുപോലെ തന്നെ ഇറച്ചിക്കും ആവശ്യമുണ്ട്. ഈ 3 സവാള വറുത്തത് കോരി മാറ്റി വയ്ക്കുകയാണ്. ഇനി നമ്മൾ ഈ ഗാർണിഷിങ്ങിന് ആവശ്യമുള്ള ക്യാഷ്യൂം അതുപോലെ മുന്തിരിയും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതും കോരി മാറ്റി വയ്ക്കാം. പിന്നെ ഒരു ക്യാരറ്റിന് ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും നമുക്ക് ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. നമുക്ക് ഈ ഗാർണിഷ് ചെയ്യുന്നതിൻ്റെ കൂടെ ഇതും ക്യാരറ്റും കൂടെ ആവശ്യമുണ്ട്. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും ഫ്രൈ ചെയ്ത് ഇതിൻ്റെ കൂടെ നമുക്ക് ഇട്ട് വയ്ക്കാം. ഇനിയിപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിനി ചോറുണ്ടാക്കാൻ ആരംഭിക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം വയ്ക്കുകയാണ്. അപ്പം ഞാൻ വറ്റിച്ചെടുക്കുകയല്ല, ഞാൻ തിളപ്പിച്ച് കോരിയെടുക്കുകയാണ് ചെയ്യുന്നത് ചോറ്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം വയ്ക്കുക. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇവ കുറച്ച് വീതം ഇടുക. ഇനി ഇത് മോസമ്പിയുടെ തൊലിയാണ്. ജസ്റ്റ് അതിൻ്റെ വൈറ്റ് സാധനമൊന്നും ഇല്ലാണ്ട് കട്ട് ചെയ്തിടുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് നന്നായി ചൂടായി വരുമ്പോഴേക്കും ഇതൊരു 3 ഗ്ലാസ് ബസ്മതി റൈസാണ്. കഴുകി വാരി വെച്ചിരിക്കുന്നതാണ്. അരമണിക്കൂർ കുതിർത്തിട്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഒരു 90% വേവായി കിട്ടിയാൽ മതി. ബാക്കി നമുക്ക് ദമ്മിടുമ്പോൾ ആയിക്കോളും. ചോറ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇറച്ചി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം നമ്മൾ വറുത്ത് കോരിയ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 1.5 സവാള ഇട്ട് കൊടുക്കുകയാണ്.
കുറച്ച് ഉപ്പും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. വേഗം തന്നെ വഴന്ന് കിട്ടും. ഇത് നന്നായി വഴറ്റിയെടുക്കുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി, പച്ചമുളക് ഇവയെല്ലാം ചതച്ചത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ഇട്ട് നന്നായി വഴറ്റിയെടുക്കണം. നന്നായി വഴറ്റി എടുത്തതിന് ശേഷം ഒരു 2 തക്കാളി അരച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ 3 തക്കാളി ആവശ്യമുണ്ട്. അപ്പോൾ ഒരെണ്ണം അരിഞ്ഞും ചേർത്തു, അതുപോലെ 2 എണ്ണം അരച്ചുമാണ് ചേർക്കുന്നത്. ഇതിനിപ്പോൾ നന്നായി വഴറ്റി ആയതിനു ശേഷം 1 സ്പൂൺ നെയ്യ് കൂടി ചേർക്കാം. അപ്പോൾ ഒരു പ്രത്യേക മണവും എല്ലാം കിട്ടും. പിന്നെ 1 സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുക. ചെറിയൊരു പുളിക്ക് വേണ്ടിയാണിത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് മന്തിയുടെയോ അല്ലെങ്കിൽ കബ്സയുടെയോ 1 സ്പൂൺ മസാല ഇടുക. മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ ഇടുക. കുരുമുളക് പൊടി ഇടുക. ഗരം മസാല ഇടുക. മല്ലിപ്പൊടി ഇടുക. ഇനി നമുക്ക് അല്പം ബീഫ് മസാല ഉണ്ടെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി ഒരു മാഗി ക്യൂബ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. നല്ല പോലെ ഇത് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന സവാളയിൽ ഒരു 1/4 ഭാഗവും എടുത്ത് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് പൊടിച്ചിടുക. കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാൽ മതി. എന്നിട്ട് ഇതും കൂടെ നന്നായി യോജിപ്പിക്കുക. അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. ഇനിയിപ്പോൾ നമുക്ക് ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വേവിച്ച് വച്ചിരിക്കുന്നതാണ്. ഒരു 1/4 വേവായ ബീഫാണിത്. അപ്പോൾ ഇത് നന്നായി ഇതിലേക്ക് ഇട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ഇതിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് മോസമ്പിയുടെ ജ്യൂസാണ്. ഒരു മോസമ്പിയാണ് ഞാൻ പിഴിഞ്ഞു വെച്ചത്. അപ്പോൾ അതിലൊരു 2-3 സ്പൂൺ ഈ ഇറച്ചിയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലും കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഒത്തിരി തിളപ്പിക്കണ്ട. അതുപോലെ ആവശ്യത്തിന് വെള്ളം വറ്റിയിട്ടുമുണ്ട്. ഇതിപ്പോൾ ചോറ് ഒരു 90% വേവായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമുക്ക് ദമ്മിടാൻ തുടങ്ങാം. ഇറച്ചി ഞാനൊരു വലിയ പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ദമ്മിടാനായിട്ട്. അപ്പോൾ പാത്രത്തിൽ ഇടുന്നവർക്ക് അങ്ങനെ ഇടാം. ഇനിയിപ്പോൾ ചോറ് ഇങ്ങനെ കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കാം. നമുക്ക് ലെയറായി ഇട്ട് കൊടുക്കണം. ബിരിയാണിക്കൊക്കെ ഇടുന്നത് പോലെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒക്കെ വിതറി കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും ഒക്കെ കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കബ്സ മസാല ഇതിൽ വിതറി കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് ഗരം മസാലയും ഇടാം. ഞാനിപ്പോൾ ലാസ്റ്റ് ലെയറിലാണ് ഗരം മസാല ഇടുന്നുള്ളൂ. ഇനിയിപ്പോൾ ഈ മോസമ്പിയുടെ ജ്യൂസാണ്. ഇത് ഒരു 2 സ്പൂൺ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ബാക്കി നമ്മൾ മൊത്തം ചോറിലാണ് ഒഴിക്കുന്നത് ജ്യൂസ്. ഒരു കളറിന് വേണ്ടി ജസ്റ്റ് ഒരു കളറ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. റെഡ് കളർ മാത്രം. ഗ്രീനും ചെയ്യുന്നുണ്ട്. ഇതൊരു കളർഫുൾ റൈസാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ ഗ്രീനൊന്നും ചേർക്കുന്നില്ല. ഈ റെഡ് മാത്രം ജസ്റ്റ് ഒന്ന് പേരിന് ചേർക്കുന്നേ ഉള്ളൂ. ആവശ്യമുള്ളവർ ചേർത്താൽ മതി. ഇതിൻ്റെ ശരിക്കും ഒരു സ്പെഷ്യാലിറ്റി ഈ കളർഫുൾ, അതുപോലെ മോസമ്പി അങ്ങനെയൊക്കെയാണ്. ചേർക്കാണ്ടിരിക്കുകയാണ് നല്ലത്. നമ്മൾ വീട്ടിലൊക്കെ റൈസ് ഉണ്ടാക്കുമ്പോൾ കളർ ചേർക്കാണ്ടിരിക്കുക തന്നെയാണ് നല്ലത്. നമ്മൾ ആദ്യത്തെ ലെയർ ചെയ്ത പോലെ ഒരു 3-4 ലെയറായിട്ട്
ഫുള്ള് ദമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ജ്യൂസും ഒഴിച്ചു കൊടുക്കണം, മൗസമ്പിയുടെ ജ്യൂസ്. ഇതുപോലെ റൈസ് നമുക്ക് ഫുൾ സെറ്റ് ചെയ്യാം. ഈ മൗസമ്പി ജ്യൂസൊക്കെ ഒഴിക്കുന്നത് കൊണ്ട് ഒരു വ്യത്യസ്തമായ ഒരു ഫ്ലേവറൊക്കെ ഈ ചോറിനുണ്ട്. അപ്പോൾ ഇത് ദം ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ വരും. നല്ല ടേസ്റ്റിയാണ്. ഇതൊരു വെറൈറ്റി ഡിഷാണ്. ബിരിയാണി ഉണ്ടാക്കുന്നത് പോലെ ആണെങ്കിലും ഒരു ചെറിയ ടേസ്റ്റ് ചേഞ്ചൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കുക. വല്ല പാർട്ടികളിലൊക്കെ നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കാം. പിന്നെ ഫുള്ള് ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ലാസ്റ്റ് ലെയറും ഫില്ലായിട്ടുണ്ട്. ബാക്കിയുള്ള ജ്യൂസ് ഫുൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ലാസ്റ്റ് കുറച്ച് ഇതുപോലെ തന്നെ നെയ്യ് ഒഴിച്ച് അതുപോലെ കബ്സ മസാലയും കുറച്ചിട്ട് കൊടുക്കുക. ഞാൻ ലാസ്റ്റ് ലെയറിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ച ഓൾറെഡി നമുക്ക് ഈ മല്ലിയിലയും പുതിനയിലയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഈ പച്ച കളറൊന്നും ചേർക്കുന്നില്ല. റെഡിന് വേണ്ടി ജസ്റ്റ് ചെറിയ തോതിലൊരു റെഡ് കളറ് ഒഴിക്കുന്നതേ ഉള്ളൂ. മെയിൻ അട്രാക്ഷൻ ഇതിൻ്റെ ഈ കളറ് തന്നെയാണ്. ഇത് നമുക്കിഷ്ടമുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ചോറിനി ദമ്മിടാൻ വയ്ക്കാം. ഒരു 15 മിനിറ്റ് ചെറിയ തീയിൽ വയ്ക്കുക, സിമ്മിലിട്ടിട്ട്. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെ തുറന്ന് നോക്കാം. ഇപ്പോൾ തുറക്കാൻ പോവുകയാണ്. വാവ്, നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇതിനി നമുക്ക് ഈ ചോറ് മുകളിൽ നിന്ന് റൈസ് എല്ലാം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് സെപ്പറേറ്റ് മാറ്റിയെടുക്കാം, മിക്സ് ചെയ്യാണ്ട്. മസാല അടിയിൽ ഉണ്ട്, അപ്പോൾ അത് ഇങ്ങനെ ഇതിൽ മിക്സ് ആവേണ്ട, നമുക്ക് ഇങ്ങനെ മാറ്റിയെടുക്കാം. മിക്സ് ചെയ്യണവർക്ക് അങ്ങനെ എടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഏത് രീതിയിൽ വേണേലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഈ റൈസ് ഫുള്ളായിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഇറച്ചിയും അടിയിൽ വെന്ത് നല്ല ഇതിലിരിക്കുന്നുണ്ട് മസാല ആയിട്ട്. അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്യാം. ജസ്റ്റ് ചോറിട്ടിട്ട് അതിൻ്റെ മുകളിൽ കറി വച്ചിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.